ഹായ് ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ്. അതിനായിട്ട് നമുക്ക് ചക്കക്കുരുവും ചക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഗ്യാസ് ഓണാക്കാം. നമുക്ക് അടച്ചു വെക്കാം. ഇനി അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ അരപ്പ് അരച്ച് വെച്ചിരിക്കുകയാണ്. അതായത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച്, പിന്നെ അതിൻ്റെ കൂടെ രണ്ട് കരിവേപ്പിലയും കൂടെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് വേവാനൊന്ന് കാത്തിരിക്കാം. തിളച്ച് തുടങ്ങി. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതാക്കി അരപ്പും കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വെക്കാം. അപ്പോൾ അരപ്പൂടെ ഒന്ന് വെന്ത് കിട്ടും. നമുക്ക് അരച്ച് ഞങ്ങൾ പൊത്തി വെക്കാം. അരപ്പൂടെ ഒന്ന് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് നോക്കി വേണം കേട്ടോ, അടിക്ക് പിടിക്കാതെ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അരപ്പായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കണം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ നോക്കാം. ഉപ്പുണ്ട്. ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് രണ്ട് കരിവേപ്പിലയും കൂടെ എൻ്റെ മേളിലുണ്ട്. സ്വാദിഷ്ടമായ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.